ജയസൂര്യ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ജയസൂര്യയുടെ കോസ്റ്റ്യൂംസ്, ഷർട്ട്സ് ആയാലും ടീഷർട്ട് ആയാലും ജയസൂര്യ അതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് വൈഫാണോ ഷോപ്പ് ചെയ്യുന്നത് അതോ ജയസൂര്യ? ഇല്ല, അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ കോസ്റ്റ്യൂംസ് വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു നോർമലായിട്ട് ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളല്ല ഈ ഡോൺ ബോസ്കോ. കാരണം ഇങ്ങനെ നോക്കിയാൽ ജയന്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇയാൾക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ്, വേറിട്ട ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ ചിന്തകളും വസ്ത്രധാരണവും അതുപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണമാണ് നമ്മളിതിൽ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വൈഫ് സരിതയാണ് ഫുൾ എൻ്റെയും അതുപോലെ തന്നെ ഇതിലെ നായികമാരുടെയും കോസ്റ്റ്യൂംസ് ഒക്കെ ഡിസൈൻ ചെയ്തത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസാണ്. ഒരു ജുബ്ബയാണെങ്കിൽ തന്നെ ഭയങ്കര വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വൈറ്റിലയിൽ ഞാൻ നല്ലൊരു വലിയ ഫ്ലെക്സ് ബോർഡ് കണ്ടു മൂവിയിൽ. അതെ അതെ അതെ. അപ്പം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുന്ന. അതെ, ഇയാൾ വേറിട്ട് നിൽക്കും അവരിൽ നിന്നും. കോസ്റ്റ്യൂംസ് കൊണ്ടും ഇയാളുടെ ലുക്ക് കൊണ്ടും ഇയാളുടെ സംസാരം കൊണ്ടും ഇയാൾ നോക്കുന്ന നോട്ടത്തിൻ്റെ രീതി കൊണ്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജയസൂര്യ എപ്പോൾ കാണുമ്പോഴും ഒരേപോലെയാണ്. ജയസൂര്യ ഡയറ്റ് ചെയ്യോ, ജിമ്മിൽ പോവോ, വർക്കൗട്ട് ചെയ്യോ, ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? സീരിയസ്ലി ഞാൻ ചോദിക്കുക. കുടുംബ പട്ടിണി കിടക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ആരെ ഇന്റർവ്യൂ ക്ലാസ് ഒക്കെ എടുത്ത് മാറ്റി റോക്കറ്റിന് താഴെ തീ പിടിച്ചു കഴിഞ്ഞാൽ റോക്കറ്റിന് പോക്കുണ്ട്. ആ കാര്യം പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം. പക്ഷെ നമുക്കതൊരു ഈ ഒരു മീഡിയത്തിനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സത്യസന്ധമായ ഒരു സ്നേഹം ഞാൻ അത് അഡോർ ചെയ്യും. ജയസൂര്യ ആഗ്രഹിച്ചു, TV ഷോ ചെയ്തു, അവിടെ നിന്ന് ആഗ്രഹിച്ച ആ പാത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെസ് സ്ട്രെയിൻ, അത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുള്ള ഒരു കോൺഫിഡൻസ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം, ക്ലാപ്സ്. തിയേറ്ററിൽ ക്ലാപ്സ് ഉണ്ടാവട്ടെ. അല്ല, നമുക്ക് പിടിച്ചു നിൽക്കാൻ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അത് ശരിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടല്ല ജയന്തി. കാരണം ഇത് എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടണം അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നമുക്കൊരു സിനിമ തരുമ്പോൾ എൻ്റെ തോട്ടും എൻ്റെ ഇതും ഫുൾ അതിനകത്താണ്. എങ്ങനെ അത് നന്നാക്കാൻ പറ്റും, എങ്ങനെ ക്യാരക്ടർ ഒന്ന് വിശ്വസിക്കാൻ പറ്റുക, അതിനോടൊരു സ്നേഹമുണ്ട്, അതിനോടൊരു പാഷൻ. അല്ലാതെയുള്ള റിസൾട്ടുകൾ, ഞാനിപ്പോൾ പോകുമ്പോൾ 10 പേര് എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഇനോഗ്രേഷൻ, അതൊന്നുമല്ല എൻ്റെ മനസ്സിലെ ചിന്ത. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അതിനകത്ത് വരുന്ന അതിലൊന്നും ഞാൻ എൻജോയ് ചെയ്യാറില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ്, ആളുകൾ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, എല്ലാവരും പോകുന്നു. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതിലല്ല. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഈ ആക്ഷനും കട്ടിനിടയിലുള്ള മൊമെൻ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം എന്ന് എനിക്ക് തോന്നിയത്. ചെറായിലായിരുന്നപ്പം എങ്ങനെയായിരുന്നു വീട്ടിലോട്ടുള്ള? ഇല്ല, ചെറായിൽ എനിക്കൊരു വീടുണ്ട്, ചെറായി ഒരു ബീച്ച് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ആക്ച്വലി പ്രേതം ജനിക്കുന്നത്. സത്യം. അവിടുത്തെ വീട്ടിലിരുന്നിട്ടാണ് കണ്ടോ, മെന്റലിസ്റ്റ് ഞാനാണ് തോന്നുന്നുണ്ട്. പണ്ട് ഞാൻ മെന്റലാന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇപ്പം മെന്റലിസ്റ്റായി വളർന്നു. അല്ല, അവിടെ ഇരുന്നിട്ടാണ് കറക്റ്റ് ആട്ടോ, അവിടെ ഇരുന്നിട്ടാണ് ഈ തോട്ട്. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കാറുണ്ട്. അതേ ഞാൻ പറഞ്ഞു, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. കുട്ടികളുടെ ചൈൽഡ്ഹുഡ് ഇപ്പോൾ കാണുമ്പോൾ എത്രത്തോളം നമ്മളുടെ ചൈൽഡ്ഹുഡ് അന്യം നിന്നു തോന്നുന്നുണ്ട്? ഭയങ്കരമായിട്ടുണ്ട് ജയന്തി. നമ്മൾ ക്ഷമയില്ലാത്തവരാണ്, തീരെ ക്ഷമയില്ലാത്തവരാണ്. പിള്ളേരൊന്നും തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചില സമയത്ത് നമ്മുടെ ചിലപ്പോൾ മേ ബി ബിസി ആയിട്ടിരിക്കും, നമ്മൾ ചിലപ്പോൾ എന്തോന്ന് ബിസി വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇരിക്കുന്നത് തന്നെ. അല്ല, നമ്മളങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും തലവരും ചെല്ലിരിക്കണേ, ഒരു എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ എല്ലാവരും തലവരും ചെല്ലിരിക്കണേ, പരസ്പരം സംസാരിക്കും. എന്താ ഫുഡ് വേണ്ടേ, ഫുഡ് എന്താ ഇഷ്ടമുള്ള പറഞ്ഞു. അത് പറയാൻ പോലും അവകാശമില്ല. ഞാൻ എൻ്റെ അനുഭവം ഉൾപ്പെടെയായിട്ടോ പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മക്കൾ എന്തെങ്കിലും ചോദിക്കുകയോ കാര്യങ്ങൾ ചോദിക്കും, ശല്യങ്ങൾ, ഇപ്പാടെ അവിടെ എടുത്തു കൊടുക്കുക, അവിടെ നിന്ന് കളിച്ചോളൂ. നമ്മൾ അവരെ ഒരു ശല്യമായി കാണുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ തിരക്കായി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്ത് കൊടുക്കാതെ ഐപാഡിലേക്കും ഇതും നമ്മൾ തന്നെയാണ് ആദ്യം കണക്ട് ചെയ്ത് കൊടുക്കണേ, അല്ലേ? അതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ കണ്ടെത്തുന്നത്, ഞാൻ മക്കളെ രണ്ടുപേരും അപ്പുറത്തും കിടത്തിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെൻ്റെ മക്കൾക്കെങ്കിലും അത് ഉണ്ടാവണം എന്ന് പറയുന്നൊരു ആഗ്രഹമുണ്ട്. കഥകൾ എന്ന് പറയുന്നത് അത് മോട്ടിവേഷണൽ കഥകളൊക്കെ ആകുമ്പോഴല്ലോ പിള്ളേർക്ക് വലുതാകുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് ഒരു ദിവസേന ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ സന്തോഷങ്ങൾ പങ്കിട്ട്. ഈ പ്രായം ഇനി ഉണ്ടാവില്ല ജയന്തി. അവർ വളരുമ്പോൾ നമുക്ക് അവരുടെ പുറകെ നടക്കാൻ ഒരു ഉമ്മാടാന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം പറ്റും. അതുകൊണ്ട് ഇതിപ്പോൾ മാക്സിമം ഞാൻ അവരുടെ കൂടെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിള്ളേരെ ഈ പറഞ്ഞ പോലെ ഡെയിലി ഞാൻ നൈറ്റ് ഡ്രൈവിന് പോകുന്ന ഒരു ഇതിനാണ്. ഡെയിലി എറണാകുളത്തുണ്ടെങ്കിൽ ഞാനും ഫാമിലിയായിട്ട് ഡെയിലി രാത്രി ഡ്രൈവിന് പോകും. അത് വേറൊരു അപ്പോഴാണ് സത്യം
കാര്യം പണ്ടൊക്കെ ഒന്നിച്ചിരുന്നാണ് ജോയിന്റ് ഫാമിലി ആഹാരം ഞാൻ ഭയങ്കര കോമഡി ഉണ്ടായി. അതായത് നമ്മുടെ ചെന്നൈയിൽ വെള്ളപ്പൊക്കം വന്നു. ചെന്നൈയിൽ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ ആ ഏരിയയിൽ ഫുള്ള് കറണ്ട് പോയി, ലാൻഡ് ഫോണില്ല, മൊബൈലില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ദൈവാനുഗ്രഹിച്ച് അവരുടെ ഏരിയയിൽ മാത്രം വെള്ളപ്പൊക്കം വന്നിട്ട് പെട്ടെന്ന് പോയി അവരുടെ ഏരിയയിൽ. ആ സമയത്ത് എല്ലാവരും വൈകുന്നേരം വേറെ പണിയില്ലല്ലോ, കാരണം കറണ്ടില്ല, മൊബൈലില്ല, ഒന്നുമില്ലാതെ ഈ ഫ്ലാറ്റിൽ നിന്ന് എല്ലാവരും വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി. അത്രയും കൊല്ലം അവിടെ താമസിച്ചിട്ട് അപ്പോഴാണ് പലരും കണ്ടുമുട്ടിയത്. ചേട്ടാ അവർ പറയണു ആ 3 ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിൽ ഫാമിലി ബോണ്ടിങ്ങും പഴയ വീട്ടിൽ പഴയ ഇത് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് പേൻ നോക്കുക, വീട്ടിൽ എന്നാ ചെയ്യാ പണ്ടിങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുക. ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് റിയലൈസ് ചെയ്താണ് ഇതൊന്നും ഇല്ലെങ്കിലാണ് ജനങ്ങൾ തമ്മിലൊരു ബോണ്ടിങ്, മനുഷ്യർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുക. എനിക്കതൊരു ഭയങ്കര വഴിവെളിച്ചമായിട്ട് തോന്നിയത് അല്ലേ. നമ്മൾ ഈ ആപ്പ് എന്ന് പറയുന്ന സംഭവങ്ങൾ വേറൊരുത്തിൻ്റെ വാശിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ സാധനം അവൻ ചിലപ്പോൾ വാട്സാപ്പ് ലോഗൗട്ട് ഇല്ലല്ലോ, നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ പറ്റില്ല, നീ അത് വന്നു കഴിഞ്ഞാൽ നീ അഡിക്റ്റഡ് ആവും എന്നുള്ള അവൻ്റെ വാശിക്ക് നമ്മൾ നിന്നു കൊടുക്കുക. പക്ഷെ അത് ശരിക്കും ആലോചിച്ച് നോക്കുക, ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത് എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ വാട്സാപ്പ് കൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് മാറാൻ പറ്റും. ഞാൻ അടുത്ത ചോദ്യം അതെന്താണ് അറിയാതെ നമ്മൾ ആദ്യം ഫോൺ എടുത്ത് രഞ്ജിത് ശങ്കറിനെ കണ്ടിട്ടുണ്ടാ, അയാൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് ഫേസ്ബുക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കും മിക്കവാറും. ഇങ്ങനെ ഒന്നും ചെയ്യൂല, നോക്കും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം. അപ്പൊ നമ്മൾ ഈ പ്രേതത്തിന്റെ പ്രൊമോഷൻ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആപ്ലിക്കേഷൻസ് നമുക്ക് നിയന്ത്രിക്കാനുള്ളതാണ്. അതിപ്പോൾ നമ്മളെ നിയന്ത്രിക്കണം. ഈ ആപ്സിൽ ഇപ്പോൾ നമ്മളെ നിയന്ത്രിക്കണം. ഭയങ്കര കഷ്ടമാണ്. ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒളിച്ചോടണം സത്യമായിട്ടൊരു ആഗ്രഹമുണ്ട്. ചെറിയ ഇപ്പോൾ മറ്റേ ക്യാമറ ഒന്നുമില്ലാത്ത മൊബൈലില്ലേ, അതാണ് സൗകര്യം. അല്ല, ഇതൊന്നും ഇല്ലാതെ ഒരു ആഴ്ച നമ്മൾ എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിഫ്രഷ്മെന്റ്. പറഞ്ഞല്ലോ, രഞ്ജിത്ത് പറഞ്ഞല്ലോ 3 ദിവസമായിട്ട് എന്തായാലും നെറ്റിന് വേണ്ടിയിട്ട് എന്തോ മൊബൈൽ എന്തോ കുത്തിയിട്ടിരുന്നു. ഞാൻ പറയും 2 ദിവസം 3 ദിവസം മൊബൈൽ ഉപയോഗിക്കേണ്ടിരുന്നു, ഭയങ്കര സുഖം. ഞാൻ പറഞ്ഞില്ലേ ഹിമാലയത്തിലേക്ക് പോയ സമയത്ത് അവിടെ റേഞ്ച് ഒന്നുമില്ല. അയ്യോ എന്തൊരു സുഖം. ഈ കുന്തോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര സുഖമാണ് കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ് നമ്മളിതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക. അഡിക്റ്റഡ് ആയിപ്പോയി എല്ലാവരും അതെ, നമ്മളെല്ലാം ഉൾപ്പെടെ ഒരു രക്ഷയില്ല. എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് ചാടാം എന്നുള്ളതാണ് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇൻ ബിറ്റ്വീൻ 2-3 ദിവസം ഓക്കെ, അതല്ലാതെ എല്ലാവരും അഡിക്റ്റഡ് ആണ്. അല്ലാതെ ഇവർക്ക് ഒരു സ്ഥിരമുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്, സത്യമായിട്ടും ആഗ്രഹമുണ്ട്. ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. വാട്സാപ്പ്, ഫേസ്ബുക്ക് 98% അൺവാണ്ടഡ് മെസ്സേജിങ് ആണ്. 2% ഉള്ളൂ ചിലപ്പോൾ ആവശ്യമുള്ളത്. അതിനിടയിൽ ക്ലാസ്മേറ്റ്സും റോക്ക് ചെയ്യുന്നുണ്ടേ. തീർച്ചയായിട്ടും. അല്ല, അതൊരു സന്തോഷമാണ്. കാര്യം ഒരു സിനിമ കഴിഞ്ഞ് എത്ര വർഷമായി, ഇന്നും ആ പേരിലൊരു സൗഹൃദം ജനിക്കല്ല മെയിൻറ്റെയിൻ ചെയ്യുക. അതിനൊരു ഗ്രൂപ്പ് തോന്നിയവാസം എന്ത് തോന്നിയോ അത് ഫിൽട്ടർ ചെയ്യാതെ ഒരാളോട് പറയണമെങ്കിൽ തമ്മിൽ ആ അടുപ്പൊന്ന് ആലോചിക്കേ. അല്ലേ, ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല കേട്ടോ, വാട്സാപ്പ് ഗ്രൂപ്പ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. വെരി ട്രൂ. അതായത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് അല്ലേ, രഞ്ജി കുര്യാക്കോസ് ആണ് തുടങ്ങിയത്. രഞ്ജിയേട്ടൻ്റെ ഗ്രൂപ്പാണ്. ഞാനൊക്കെ അതിലെ സ്ഥാപക നേതാക്കളുടെ ഒരാളാണെന്ന് അഭിമാനത്തോടെ പറയും. ആദ്യം തുടങ്ങിയ ആദ്യത്തെ ദിവസം തൊട്ട് ഞാനൊക്കെ ഉണ്ട്. എന്താണെന്നറിയും, വെരി 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 ലൈവ്. ആൻഡ് ഇനി ദൈവം തമ്പുരാൻ ഒരു പോസ്റ്റ് ഇട്ടാലും രഞ്ജിയേട്ടൻ പറയും റിപ്പീറ്റഡ് പോസ്റ്റ് ആണെങ്കിൽ റിപ്പീറ്റഡ്, വെരി വെൽ മെയ്ഡ്. അല്ല മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സ്കൂൾ ഇപ്പൊ ഏറ്റവും അവസാനം അതിൽ ജോയിൻ ചെയ്ത് മല്ലിയ ചേച്ചി ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. എന്നെ ജോയിൻ ചെയ്യിക്കും തീർച്ചയായിട്ടും. അതായത് വേറെ ഒന്നുമല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരും ഒരാൾ ഇതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളാണ്. അവർ വിളിക്കും, എന്താ ഇപ്പം നീ താരമൊക്കെ ആയല്ലേ, ഞാൻ പറഞ്ഞു എന്ത് താരം പിന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വാട്സാപ്പിലുണ്ടോ നീ, അങ്ങനെ 2-3 സുഹൃത്തുക്കളെ കിട്ടി, അങ്ങനെ ഗ്രൂപ്പായി. ഇപ്പോൾ ഒരു 10-15 പേരുണ്ട്. അപ്പോൾ ഇതിൽ ഈ 15 പേരിൽ ഒരാളുടെ അച്ഛന് സുഖമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ചെന്ന് സഹായിച്ച്. അതൊക്കെയാണ് ഇതിൻ്റെ കുറേ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ബർത്ത്ഡേ പാർട്ടി വരുമ്പോഴും ഞങ്ങൾ എല്ലാവരും സർപ്രൈസ് പാർട്ടി അവർക്ക് കൊടുക്കും. അതൊക്കെ ഭയങ്കര, അതൊരു ഫാമിലി ആയിട്ട് തന്നെ ഒരു ഫീല് നമുക്കുണ്ട്. ബന്ധങ്ങൾ ശിഥിലമാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പൊ സെന്റ് ജോർജിൽ നമ്മുടെ ഞാൻ UP സ്കൂൾ വരെ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞാണ് ഞാൻ സാൻസ്ക്രിറ്റ് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ആ സ്കൂൾ അങ്ങാണ് നമ്മുടെ പണ്ട് തൊട്ടേ ജയസൂര്യക്ക് മുമ്പുള്ള ജയൻ അറിയാവുന്നവരാണ്. അപ്പോൾ അത് ഭയങ്കര സുഖമാണ്. ഒരു ആക്ടറിൽ നിന്നും മാറി പ്രൊഡ്യൂസറുടെ കുപ്പായ അണിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊന്നും തോന്നിയില്ല.
കാശ് ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ടല്ല എന്നെ അത് എക്സൈറ്റ് ചെയ്യിക്കാറില്ല ജയന്തി. ഞാൻ ഒരു പ്രൊഡ്യൂസർ അതിനകത്ത് എക്സൈറ്റ്മെൻ്റ് ഉള്ളവരുണ്ടാവാം, അവരാണ് സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രൊഡ്യൂസേഴ്സ്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. കാരണം ഞാൻ അതിനകത്ത് പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിൽ വളരുമോ എനിക്കറിയില്ല. കാരണം ആ പൈസയോ അതോ എന്നെ അമ്മയാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. പക്ഷെ നേരെ മറിച്ച് കൈ പൊള്ളിയോ അത്? 2 സിനിമയും കൈ പൊള്ളിയിട്ടില്ല. മേ ബി ഫസ്റ്റ് ഫിലിം കൈ പൊള്ളിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യില്ലായിരുന്നല്ലോ. സത്യം. അതുകൊണ്ട് അല്ല, ഇതൊരു പ്രേക്ഷകന് മനസ്സിൽ തോന്നിയ ചോദ്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ അപ്പോൾ എക്സൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഒരു പേടി ഉണ്ടായിരുന്നില്ല? കാര്യം ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും. അല്ല, അതായത് നമ്മൾ ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ പൈസ പോട്ടെ, ഇതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ചിലപ്പോൾ ഈ പൈസ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അത് ഒരുപാട് കാശുള്ളതുകൊണ്ടാണ്. അല്ല, അങ്ങനെ ചിന്തിച്ചിറങ്ങിയാൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത് ചിലപ്പോൾ കിട്ടില്ല കേട്ടോ, അപ്പോൾ പ്രശ്നമില്ല. അത് ഇതിൽ നിന്നും പാഷൻ വർക്കൗട്ട് ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ചത്ത് നിൽക്കില്ല ഇതിനകത്ത് എല്ലാവരും. ഒരു സിനിമ തുടങ്ങിയാൽ നമ്മൾ ഇപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ മാത്രമല്ല, ഞാൻ അല്ലാത്ത സിനിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഫുൾ ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് മലയാള സിനിമയിലെ മധു സാറിനെ കുറിച്ച് ഓർമ്മ. മധു സാറ് ഒരു പൂജയ്ക്ക് വന്നപ്പോൾ അരോമ മണി അങ്കിളിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: മലയാള സിനിമയിൽ എത്ര സിനിമകൾ പൊട്ടിയാലും എത്രയൊക്കെ പരാജയം സംഭവിച്ചാലും വീണ്ടും അടുത്ത സിനിമ പ്രതീക്ഷയോടെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഭയങ്കരമാണ്. അദ്ദേഹത്തിനൊക്കെ ഒരുപാട് നമുക്ക് എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും എല്ലാവരും കണ്ടുപിടിക്കാനുണ്ട്. അദ്ദേഹം ഓൾ കേരള പോയിട്ട് പോസ്റ്റേഴ്സ് എന്ന് വരും എന്ന് പറയും. അത് വേണം, അത് ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ ഇയാളൊക്കെ എന്തോന്ന് എന്ന് ചിന്തിക്കുന്നില്ല എല്ലാ കാര്യം. അദ്ദേഹം അത് ചെയ്യുന്നതാണ് പുള്ളിയുടെ ഡ്യൂട്ടി. അദ്ദേഹം അത് ചെയ്യുന്നുണ്ടല്ലോ. ഈ പ്രായത്തിലും അദ്ദേഹം പോകുന്നുണ്ട്. എല്ലാവരും അരോമ മണിയുടെ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ഇന്നും ഭയങ്കരമായിട്ട് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലാണ്. ഭയങ്കര ഈവൻ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വിളിക്കുന്ന സംഭവിക്കില്ല, അവിടെ കൊണ്ട് കൊടുക്കും. അതാണ് പഴയ സ്കൂളിംഗ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞ വിജയപരാജയങ്ങൾ അവരെ ബാധിക്കില്ല. ഒരുപക്ഷെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് വിജയപരാജയങ്ങൾ എന്നെ ബാധിക്കും. പക്ഷേ ആക്ടർ എന്നുള്ള നിലയ്ക്ക് വിജയപരാജയങ്ങൾ എന്നെ ബാധിക്കുമെങ്കിലും ഞാൻ അതിൽ വീണ്ടും വീണ്ടും എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്താൻ ശ്രമിക്കും. ജയസൂര്യ ഓൺ സ്ക്രീൻ അല്ല, ഓഫ് സ്ക്രീൻ കാണുമ്പോഴും ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. ചിലപ്പോൾ താടിയുണ്ട്, ചിലപ്പോൾ താടിയില്ല, ചിലപ്പോൾ ക്ലീൻ, ചിലപ്പം കഞ്ചാവാ അതിനാണോ? സോറി, നിങ്ങൾ പേടിപ്പിക്കല്ലേട്ടാ. ചില സമയത്ത് ഗഞ്ച, പിന്നെ മൊട്ട അടിച്ച കാര്യം പറഞ്ഞാൽ പോലെ ലാസ്റ്റ് ഇത് മാത്രം എഡിറ്റ് ചെയ്തിടും. ജയസൂര്യ ചില സമയത്ത് കാണുമ്പോൾ ഗഞ്ച. അപ്പോൾ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും? എങ്ങനെ അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? അല്ല, അവർക്കറിയാം ഇങ്ങനൊരു പ്രാന്തനാന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏത് പടത്തിൻ്റെ എന്ന് ചോദിക്കുള്ളൂ. എന്തെങ്ങനെ എന്ന് ചോദിക്കില്ല, ആദ്യം ചോദിക്കുമായിരുന്നു ഇതെന്താ ഇങ്ങനെ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ഏതിൻ്റെയാണ് എന്ന ചോദ്യം മാറി, ഏത് പടത്തിൻ്റെയാണെന്ന് ചോദിക്കുള്ളൂ. പക്ഷേ എനിക്ക് വിഷമമുണ്ടാക്കിയൊരു കാര്യം, പ്രേതം സമയത്ത് എൻ്റെ മോൾ ഒരാഴ്ച എൻ്റെ അടുത്തേക്ക് വന്നില്ല. മൊട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് പേടിയായിപ്പോയി. അപ്പത്തിക്കിരി സമയത്ത് എന്താണെന്നറിയില്ല, അവൾ ആ സമയത്ത് തലയിലൊക്കെ ഉമ്മ വെച്ചിട്ടുള്ള പടമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അന്ന് കുറച്ചുകൂടി അതെ, പക്ഷെ എനിക്ക് അന്ന് കുറച്ചും കൂടി ചെറുതായിരുന്നു തോന്നുന്നു. പക്ഷെ ഇന്ന് കുറച്ചും കൂടി വെളിവ് വന്നപ്പോൾ അവൾക്കത് പേടിയൊക്കെ ആയി തുടങ്ങി. അതെനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. ഒരാഴ്ചത്തോളം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി. അവളൊന്നും അടുത്ത് വരാൻ വന്നില്ല. ഒരു രക്ഷ ഉണ്ടായില്ല. ആദ്യക്ക് പിന്നെ കുഴപ്പമില്ല, അവൻ വലുതായില്ല, 5th പഠിക്കണം, മോള് ചെറുതാണ്. പക്ഷെ അതൊരു ചെറിയ ഭയങ്കര വിഷമമുണ്ടാക്കി. നടന്മാരെ സംബന്ധിച്ചിടത്തോളം, സംവിധായകരെ സംബന്ധിച്ചിടത്തോളം, പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ അവാർഡുകൾ എൻ്റെ ഷോക്കേസിൽ വെക്കാൻ, എനിക്ക് വാങ്ങിക്കാൻ. ഇന്നെന്ന് പറയുന്നത് തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ സിനിമ തിയേറ്ററിൽ ഓടട്ടെ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ജയസൂര്യ അത് വിഷമിപ്പിച്ചിട്ടുണ്ട്? അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്? ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു അംഗീകാരം കിട്ടിയില്ലല്ലോ. ഇല്ല ജയന്തി, എന്നെ അതിലൊന്നും ഞാൻ ഒന്നിലും ഒരു നിരാശപ്പെടുന്ന ഒരാളല്ല. എന്തിനും ഒരു റിസൾട്ട് ഉണ്ടല്ലോ അല്ലേ. ഞാൻ ഒന്നിനും ഒരുപാട് പ്രതീക്ഷിക്കാറില്ല, അതാണ് സത്യം. ഇപ്പോൾ ഈ സിനിമ നന്നായിട്ട് ചെയ്തു, അയ്യോ അതിന് നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടണം, ഇത് 100 ദിവസം ഓടണം, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. നമുക്കറിയില്ല, ഇത് നമ്മുടെ ശരി മാത്രമാണ്. റിസൾട്ടൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അത് വരട്ടെ, തിയേറ്ററിൽ ഓടിയാൽ ഭാഗ്യം, ഓടിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഓടിയില്ല എന്ന് വിശകലനം ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആടൊരു ഭീകര ജീവി ഞാൻ അതിന് മുമ്പേ ഞാൻ കഥ പറഞ്ഞ് കേട്ടിരുന്ന സമയത്ത് ഇതിന് പറ്റിയ ആളാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാൻഡ്ര അത് ഞാൻ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല സാൻഡ്ര, എനിക്ക് അയാളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ഷാജി പാപ്പൻ വീണ്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൻ്റെ രൂപം ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, എടാ കൊമ്പം മീശ, ഒരു ഇങ്ങനത്തെ ഒരു ഷർട്ട്, ഇങ്ങനത്തെ ഒരു ചുവന്ന മുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടാ അത് ഈ കൊമ്പം മീശയൊക്കെ വെച്ചാൽ ബോറായി പോയി. എനിക്കറിയില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ഓക്കെ ആണെങ്കിൽ നീ നോക്ക്. അങ്ങനെയാണ് ഷാജി പാപ്പൻ ജനിക്കുന്നത്. അപ്പോൾ ആ തിയേറ്ററിൽ ഫുൾ കോമഡി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡയറക്ടറൊക്കെ പറഞ്ഞു, ചേട്ടാ ഇത് ഓടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ വല്ല നാട് വിട്ടു. കാരണം അങ്ങനെ ഒരു ഹ്യൂമറുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ സെൻസർ ബോഡിയിൽ നിന്ന് ഭയങ്കര റിപ്പോർട്ട് പറയണു, ചേട്ടാ ചിരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു അവർ. എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു അതേ പറഞ്ഞു ഞാൻ എക്സൈറ്റഡ് ആവാറില്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു എടാ അത് വിട്, സെൻസർ ബോർഡും വിട്, നമ്മുടെ പ്രിവ്യൂ കണ്ടവരും ചിരിച്ചോട്ടെ, അതൊക്കെ വിട്ടേക്ക്, അതിലൊന്നും നീ എക്സൈറ്റഡ് ആവണ്ട. ഇത് തിയേറ്ററിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷിക്കാം, അത്രേ ഉള്ളൂ. എത്തിച്ചത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണോ? തെറ്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ്, അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നില്ല ഞാൻ, അത് പാഠങ്ങളാണ്. തീർച്ചയായിട്ടും ലേണിംഗ് ഫ്രം ലെസൺ എന്ന് പറയുന്നതാണ്. അതെ. അപ്പോൾ എൻ്റെ സിനിമകൾ പരാജയപ്പെട്ട അനുഭവങ്ങളിൽ നിന്നും ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഗംഭീര റിപ്പോർട്ട് ഈ തവണത്തെ ഓണത്തിനൊക്കെയാണ് എന്തൊരു പെർഫോമൻസ് ആണ്, ആ തവണ ഇതൊക്കെ തിയേറ്ററിൽ 100 ദിവസമാണ് എന്ന് പറഞ്ഞ പടം 2 ദിവസമൊക്കെ ഓടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ അകത്ത് എക്സൈറ്റഡ് ആയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ അനുഭവം കൊണ്ട് ഇപ്പോൾ ഏത് സിനിമ വന്നാലും ഓക്കെ വരട്ടെ, തിയേറ്ററിൽ വരട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ അത് ഗംഭീരമാണെന്ന് പറഞ്ഞാലും ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ പടം സക്സസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയില്ല. ദൈവമേ ആ പടം നന്നായി, അതവിടെ തീർന്നു, അതും എടുത്ത് തലയിൽ ഞാൻ വയ്ക്കാറില്ല. ഇനി അടുത്ത പടം, ഇനി ജനങ്ങളെങ്ങനെ അടുത്ത എൻ്റെ ക്യാരക്ടർ എങ്ങനെ നന്നാക്കാം, എങ്ങനെ അടുത്ത സിനിമ നന്നാക്കാം എന്നുള്ള ചിന്ത മാത്രമേ വരാറുള്ളൂ. നേരത്തെ പറഞ്ഞു പ്രൊഡ്യൂസറായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്തിട്ടില്ല. ഈ സംഭവങ്ങൾ ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസ്, ലേണിംഗ് ഫ്രം ലെസൺ, തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രൊഡ്യൂസറായി പേനയും പേപ്പറും തീർച്ചയായിട്ടും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ചിന്തിക്കും, എത്രത്തോളം ആ ഒരു നിരീക്ഷിക്കും? ഞാൻ അങ്ങനെ ഓവറായിട്ട് നിരീക്ഷിച്ചിട്ടില്ല. കാരണം എല്ലാം രഞ്ജിത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്ത് നിങ്ങൾ ചോദിക്കുന്ന പേയ്മെൻറ്റ് നമ്മൾ 2 പാർട്ട്ണർഷിപ്പാണല്ലോ, അപ്പോൾ അത് ഞങ്ങൾ നിങ്ങൾക്ക് തരും. അതല്ലാതെ ഇതെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിക്കാതെ എനിക്കൊന്നും അറിയില്ല. കാരണം അയാൾ എൻ്റെ അടുത്തൊന്നും പറയുകയില്ല. കാരണം ഫുൾ എൻ്റെ തലയിൽ മറ്റേതായിരിക്കും. ജോൺ ഡോൺ ബോസ്കോ കയറി നടക്കുന്ന ഞാൻ സമയത്ത് കാറിൻ്റെ ഇതിൻ്റെ ബാറ്റ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ബാറ്റും തീറ്റയൊക്കെ നിങ്ങൾ നോക്കി. സത്യം എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ ചെയ്തു എന്താണെന്ന് വെച്ചാൽ. അതുകൊണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറയാറില്ലല്ലോ. ലാസ്റ്റ് ആകുമ്പോൾ കറക്റ്റ് കണക്ക് തരും. ഇതൊക്കെ വിശ്വാസമല്ലേ, അല്ലെങ്കിൽ ഇയാൾ എന്നെ ഇന്ന് തട്ടിച്ചാലോ, അങ്ങനത്തെ ചിന്തയില്ല. അങ്ങനെയാണ് സിനിമയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ ഇവിടെ നമ്മുടെ ഫോക്കസ് കുറയും. അതെ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഫോക്കസ് എൻ്റെ സിനിമ, എൻ്റെ കഥാപാത്രം. ഞാൻ അതിന് മാത്രമാണ് ഞാൻ മുഴുവൻ സമയം ഇരുന്നിട്ടുള്ളൂ. ഒരു ദിവസം പോലും ഞാൻ കണക്ക് നോക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല. പക്ഷെ എല്ലാം എനിക്കറിയാം. അത്ര ജയസൂര്യ എത്രത്തോളം വെൽ മെയിൻറ്റെയിൻ ചെയ്താലും ഇങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിലേക്ക് ഒരു ഭ്രാന്തമായ യാത്രയുണ്ട്. എന്തൊക്കെയാണ് ഫേവറേറ്റ് ഫുഡ്? എല്ലാം ഭക്ഷണവും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്. പക്ഷെ വാരി കഴിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. സത്യമാണ്. ഞാൻ ആ ജീപ്പിനൊക്കെ ഞാൻ സമ്മതിച്ചിട്ടോ, എത്ര തിന്നാലും അങ്ങനെ തന്നെ ഇരിക്കും. അത് ചിലവരുടെ ഈശ്വര, ചിലര് പാത്രത്തിൽ നല്ല ഫിസിക്കൽ. ഞാനൊന്ന് ആലോചിക്കും, ഞാനൊക്കെ ഞാൻ പറയാ നീ എന്നെ പോലെയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്ത് നീയൊക്കെ എവിടെ എത്തിനെ. പക്ഷെ അത് ചിലവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ ശരീരം, അത് സിനിമ മാത്രമല്ല, പ്രത്യേകിച്ച് സിനിമയുടെ ഞങ്ങളുടെ ഒരു ടൂളാണ് ശരീരം. കാരണം ഓരോ കഥാപാത്രത്തെ വിശ്വസിപ്പിക്കുന്ന ഈ ശരീരത്തിലൂടെയാണ്. അപ്പോൾ ശരീരം ടൂളാണ്, അതിനെ നന്നായിട്ട് സൂക്ഷിക്കുക, അതിനൊരു അമ്പലം പോലെ തന്നെ കാണുക എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ബോളിവുഡുകാരൊക്കെ അങ്ങനെ പറയുക. പക്ഷെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നു. പക്ഷെ ഞാൻ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഈ പറഞ്ഞതുപോലെ ശരീരഭാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട്. പിന്നെ ഈ സിനിമയിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് യൂത്ത് കുറേ ഉണ്ടല്ലോ. യൂത്തിൻ്റെ ഒരു ഭയങ്കര, അതായത് JP ഉണ്ട്, അജു ഉണ്ട്, ഷറാഫ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പേളിമാണി ഉണ്ട്, അങ്ങനെ കുറേയധികം പേരുണ്ട്. ശരണ്യ മേനോൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ശ്രുതി രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ താരങ്ങളുമുണ്ട്, എന്താ നിലവിലുള്ളവരുമുണ്ട്. പക്ഷേ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവർ എന്തുമാത്രം ആക്ടിങ്ങിലൊക്കെ അപ്ഡേറ്റഡ് ആണ്. പിന്നെ മാത്രമല്ല പഴയ രീതി, ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ആ രീതി ഓഫ് ആക്ടിംഗ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ. അവരൊരു ക്യാരക്ടറിനെ കൺസീവ് ചെയ്യുന്ന രീതിയാണെങ്കിൽ എല്ലാം ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ പുതിയ പാഠങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവരിൽ നിന്നും. ജിത്തു ദാമോദറാണ് ഈ പറഞ്ഞ പോലെ ക്യാമറ ആർട്ട് ഒരു ബ്രില്യൻ കക്ഷിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു റിച്ച് ആയിട്ടുള്ളൊരു സിനിമയാണ്. എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു പ്രേതം? നമ്മൾ 25 days, 25 ചെറായി പരിസര പ്രദേശം മാത്രം ഷൂട്ട് ചെയ്തിട്ട്
നമ്മളെല്ലാ സിനിമകളും അങ്ങനെയാണ്. പ്രേതത്തിന് പേടിയുണ്ടായിരുന്നു? ഏതാ? കുട്ടിക്കാലത്ത് പ്രേതത്തിന് കുട്ടിക്കാലത്ത് മാത്രമല്ലല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ പ്രേതത്തിന് പേടിയുണ്ടോ? പിന്നെ എത്ര പേടിയോടുകൂടി ഞാൻ ഇവിടെ ഇരിക്കണേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, അതുണ്ട് ജയന്തി, അതെല്ലാവർക്കും ഉണ്ടാവും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയല്ലേ, ചെറുപ്പം മുതലേ പ്രേതമുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിൽ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, മരിച്ചവരാരും എങ്ങോട്ടും പോയിട്ടില്ല ഡെനി, അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇതും പറയുന്നുണ്ട്. മാത്രമല്ല ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിലും വിശ്വസിച്ചാൽ മതിയാവും. നമുക്കൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ട ആൾക്കാരാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അല്ല, അതിനെ കണ്ടിട്ടില്ലല്ലോ, ദൈവത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ വിശ്വസിക്കുന്നില്ലേ. കുട്ടികൾക്ക് പേടി വരുമോ പ്രേതത്തിന് സിനിമ കണ്ട? പിന്നെ പ്രിവ്യൂ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മോനൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടേ പറഞ്ഞിട്ട് അത് വരും നാച്ചുറലി. അവർക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ വീട് പുഴയുടെ അടുത്തായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന പുഴ അപ്പൂപ്പനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പുഴ അപ്പൂപ്പനപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏതെങ്കിലും പിള്ളേർ പോയിട്ട് കോളിംഗ് ബെല്ലടിക്കും, വന്നു അവൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടല്ലേ കഴിക്കണേ. അപ്പോൾ ഇത് ചെറുപ്പം മുതൽ നമുക്കുണ്ടായിട്ടുണ്ട്. പുഴയ്ക്കരികിൽ ഇത്രയും സൗന്ദര്യം, ആത്മകം, സുന്ദരമായൊരു വീട്, ഈ ലൊക്കേഷനൊക്കെ എങ്ങനെ കണ്ടു? നേരത്തെ വേണമെന്ന് വെച്ചു. എനിക്കൊന്ന് സിനിമയുടെ ഒരു ലൊക്കേഷൻ തപ്പണം, അത്രയും എഫേർട്ട് എടുത്തോ ഇതിന്? എൻ്റെ പണ്ട് മുതലേ ഒരു ആഗ്രഹമായിരുന്നു, ഒരു പുഴയുടെ സൈഡിലൊരു വീട് വേണം എന്നുള്ളത്. അതിന് കുറേ പേര് പറഞ്ഞ് സിനിമയിലേക്ക് ചൂണ്ടിട്ട് ജീവിക്കാനാണോ, ആ ഒരു തലം ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അങ്ങനെയും. പക്ഷേ അത് രസമല്ലേ, എപ്പോഴും എല്ലാവരും ഒരു 60 വയസ്സ് ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും പ്രകൃതിയിലേക്ക് അടുക്കാറുണ്ട് അല്ലേ, പ്രകൃതിയിലേക്കും അവനോനിലേക്കും. അത് നേരത്തെ അടുക്കാൻ പറ്റിയാൽ ഭാഗ്യമാണ്. എത്ര നേരത്തെ ജയന്തി, നമ്മളൊരു കാര്യം അറിയുമോ, ജയന്തിക്ക് ജയന്തിയുടെ ഈവൻ എനിക്ക് ഞാൻ പറയാം, എൻ്റെ അച്ഛനറിയാം, എൻ്റെ അമ്മയെ അറിയാം, എൻ്റെ ഫ്രണ്ടിനെ അറിയാം, ആ ഫ്രണ്ടിൻ്റെ കസിനെ അറിയാം, എല്ലാവരും അറിയാം. എനിക്ക് എന്നെ അറിയില്ല. സത്യം അതാണ്. എന്ന് അവനെ കണ്ടെത്തി തുടങ്ങുന്നു, അവനോട് സംസാരിച്ച് തുടങ്ങുന്നു, അന്നാണ് നല്ല മാനസികമായിട്ടുള്ള നല്ല വളർച്ച ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രകൃതിയിലേക്ക് എടുക്കാനും എല്ലാവരോടും ഒരു കമ്പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വരാനും ഒക്കെ എനിക്ക് തോന്നുന്നു. പ്രേതം തിയേറ്ററുകളിൽ വളരെ ഞാൻ നിങ്ങൾ എന്നെ ടോപ്പിക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ജയന്തി രക്ഷയിൽ നിങ്ങൾ ഒരു വല്ലാത്തൊരു മെന്റലിസ്റ്റ് ആണോ എന്ന് ഞാൻ ചെയ്യുന്നത്. അല്ല, നല്ല വിജയത്തിലേക്ക് എത്തട്ടെ, മലയാളക്കര ഏറ്റെടുക്കട്ടെ, സൂപ്പർ ഹിറ്റ് ആവട്ടെ. അയ്യോ ക്യാമറ, ജയൻ ക്യാമറ ഇല്ലാതെയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ആ ലാസ്റ്റ് മാത്രമാണ് ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ആ എക്സ്പ്രഷൻ വളരെ നന്നായിരുന്നു. അത് പ്രത്യേകിച്ചും ഒരു സൂപ്പർ സ്റ്റാറിനാകുമ്പോൾ താങ്ക് യു സോ മച്ച്. ജയന്തി, എന്താണെങ്കിലും പ്രേതം എന്ന് പറയുന്ന ഈ സിനിമ കാണണം. അതുപോലെ തന്നെ ഇടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ട് വിളിക്കും. തീർച്ചയായിട്ടും 2 സിനിമ ജയന്തി ഓഫ് കോഴ്സ് എല്ലാ സിനിമയും കണ്ടിട്ട് വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താണെങ്കിലും കാണൂ കുടുംബത്തോട്. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഷോയിൽ വന്ന് വിശേഷം പറഞ്ഞ് കൗമുദി പ്രേക്ഷകരോട് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ജയന്തി, നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് കുറച്ചേരം ഇരിക്കാൻ. തീർച്ചയായിട്ടും ജയന്തി നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ്. താങ്ക് യു സോ മച്ച് ജയന്തി. താങ്ക് യു.